വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മതയോടെ പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ആയുസ്സിൻ്റെ ദിവസങ്ങൾ, മണിക്കൂറുകൾ വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കലണ്ടറുകൾ വളരെ പെട്ടെന്ന് മറിച്ചിടുന്നു. നേരം വെളുക്കുന്നതും വൈകിട്ടാകുന്നതും നനച്ചിരിക്കാതെ തന്നെ സംഭവിക്കുന്നു. എന്നേക്കുമുള്ള നമ്മുടെ ജീവിതത്തിനു വേണ്ടി നാം സമ്പാദിക്കാൻ എത്ര കണ്ട് നമുക്ക് കഴിയുന്നുണ്ട് എന്നതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയം. അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഇബാദത്തുകളുണ്ട്. അവകൾ യഥാവിധി അള്ളാഹുവിൻ്റെ ദൂതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നതുപോലെ അതിൻ്റെ അഹ്കാമുകളും അർക്കാനുകളും ആദാബുകളും ശുറൂത്തുകളും ഖുശൂഉം ഖുദൂഉം ഒക്കെ പാലിച്ചുകൊണ്ട് നാം അത് നിർവഹിച്ചാൽ എല്ലാത്തിനും അള്ളാഹു ഉന്നതമായ പ്രതിഫലമാണ് നൽകുന്നത്. ഒരു കണ്ണും കാണാത്തതും ഒരു ഹൃദയവും ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തതുമായ സുഖങ്ങളും സൗകര്യങ്ങളുമുള്ള ജന്നാത്തുൻ നഈം, അതിനെ സമ്പാദിക്കാനായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അതിനുവേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ കലിമത്തു തൗഹീദിന് ശേഷം 5 നേരം നാം നിർവഹിക്കേണ്ടുന്ന നിസ്കാരം. നമ്മുടെ പ്രവാചകൻ മാത്രമല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനു മുമ്പുള്ള പ്രവാചകന്മാരും അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത നിസ്കാരം നിർവഹിക്കുന്നവരായിരുന്നു. എന്നും അല്ല, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാൽ, പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നേരിടേണ്ടി വന്നാൽ അവർ നിസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതെങ്കിലും ഒരു പ്രശ്നം തങ്ങൾക്ക് വിഷമമായി നേരിടേണ്ടി വന്നാൽ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രതിരോധിച്ചിരുന്നത് നിസ്കാരം കൊണ്ടായിരുന്നു. വസ്തഈനു ബിസ്സബ്രി വസ്സലാം, ക്ഷമയും നിസ്കാരവും കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ഇതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇതായിരുന്നു മുൻഗാമികളായ നബിമാരും നിർവഹിച്ചിട്ടിരുന്നത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ നിസ്കാരം അതിൻ്റെ മുറപ്രകാരം, അഥവാ അത് നിർവഹിക്കേണ്ട രീതികൾ എല്ലാം കൃത്യമായി അറിഞ്ഞ് പഠിച്ച് പാലിച്ചുകൊണ്ടുള്ള നിസ്കാരം നാം എല്ലാവരും നിർവഹിക്കണം. നാം എന്ന് പറയുമ്പോൾ നാമും നമ്മുടെ കുടുംബവും, ശേഷം നാമുമായി ബന്ധപ്പെടുന്നവർ, നമ്മുടെ സ്നേഹിതന്മാർ, അയൽവാസികൾ, അവരോടെല്ലാം നാം ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം. നസീഹത്ത്, ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. നിസ്കരിക്കാത്ത ഒരാളും നമ്മുടെ നാട്ടിലോ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടാകാനേ പാടില്ല. നാം അതിന് ആദ്യം നിസ്കാരക്കാരാവുകയും നിസ്കാരം മുഖേന നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് നാം അത് നിറവേറുന്നവരാവുകയും വേണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ്സലാ വത്തബഉശ്ശഹവ ഫസൗഫ യൽഖൗന ഗയ്യ എന്ന കൂട്ടത്തിൽ നാം ആവുകയേ ചെയ്യരുത്. ആ പ്രവാചകന്മാർക്ക് ശേഷം കുറേ ആളുകൾ വരും. അളാഉസ്സലാ, അവർ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തും, പാഴാക്കും. ഇവിടെ നഷ്ടപ്പെടുത്തും അല്ലെങ്കിൽ പാഴാക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഒന്നിരിക്കൽ തീരെ നിസ്കരിക്കുകയില്ല, അല്ലെങ്കിൽ നിസ്കരിച്ചാൽ തന്നെ നിസ്കാരം കൊണ്ട് എന്താണോ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് അത് നിർവഹിക്കാൻ പറ്റുന്ന നിസ്കാരം ആകുന്നില്ല. അവസാനമുള്ള അധ്യായങ്ങളിൽ ഒരു അധ്യായമാണ് മാഊൻ. അതിൽ അള്ളാഹു നിസ്കരിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞത് തന്നെ അവർക്ക് നാശമെന്നാണ്. എന്നിട്ട് അള്ളാഹു നാശം വരാനുള്ള കാരണം അള്ളാഹു പറഞ്ഞത് സാഹൂൻ, അവർ അശ്രദ്ധരാണ് നിസ്കാരത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ. മഹത്തുക്കളായ സ്വഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നിസ്കാരം പഠിക്കുകയും അവരുടെ നിസ്കാരത്തിലൂടെ അവർ അവരുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിൽ അവതരിപ്പിക്കുകയും അവർക്ക് യുദ്ധവേളകളിൽ ഏറ്റിട്ടുള്ള അമ്പുകൾ പോലും നിസ്കരിക്കാൻ നിന്നാൽ അത് എടുത്താൽ അവർ അറിയാത്ത അവസ്ഥ പോലും ഉണ്ടായിരുന്നു. നബി പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ബിലാൽ അഖിമിസ്സല അരിഹ്നാ ബിഹാ, ബിലാലെ ഇഖാമത്ത് കൊടുക്ക്, നിസ്കാരം കൊണ്ട് നാം ഒന്ന് ആനന്ദിക്കട്ടെ. വജുഇലതു ഖുറത്തു ഐനി ബിസ്സല, എനിക്ക് ഒരു ആത്മസുഖം കിട്ടുന്നത്, എനിക്കൊരു നിർവൃതി കിട്ടുന്നത്, എനിക്ക് സന്തോഷം നൽകുന്നത്, എനിക്ക് ആഹ്ലാദമുള്ളത് നിസ്കരിക്കുമ്പോഴാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥ നമുക്കാർക്കുമില്ല എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നാം എങ്ങനെയാണോ നമുക്ക് നിസ്കാരത്തെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേ പ്രകാരം ആകാനുള്ള പരിശ്രമത്തിന് ഉള്ള ഒരു വഴിയെങ്കിലും നാം കണ്ടുപിടിക്കണം. അതിൻ്റെ അർത്ഥങ്ങൾ ആലോചിച്ചു, അടക്കത്തോടെയും ഒതുക്കത്തോടെയും ഒക്കെ നിന്നും അതിൽ പറയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നോക്കിയും അള്ളാഹുവിനെ നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ഒരു മുനാജാത്ത്, റബ്ബുമായി സംസാരിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു വേദിയാണിത് എന്ന ഒരു ബോധ്യം, ഒരു ചിന്ത എൻ്റെയും നമ്മുടെയും ഒക്കെ മനസ്സിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും അതുകൊണ്ടും ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു നിസ്കാരക്കാരായി കഴിഞ്ഞാൽ നമ്മെ നിസ്കാരത്തിന് ശേഷം അനിസ്ലാമിക പ്രവണതകളോ പ്രവർത്തനങ്ങളോ ചിന്തകളോ വരാതെ ആ നിസ്കാരം നമ്മെ കാക്കും. തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് പറഞ്ഞത് ഈ നിസ്കാരത്തെ പറ്റിയാണ്. നീചനികൃഷ്ടമായ ഇസ്ലാമികമല്ലാത്ത എല്ലാ കാര്യത്തിൽ നിന്നും നിസ്കാരം മനുഷ്യനെ തടയുമെന്ന് അള്ളാഹു പറഞ്ഞത് ഈ പറയപ്പെട്ട നിലയിലുള്ള നിസ്കാരക്കാരെയാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള നിസ്കാരക്കാരാകാൻ നാം ഏതൊക്കെ നിലയിലുള്ള പരിശ്രമം നാം ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. നാം ചെറുപ്പത്തിൽ ഒരു രീതി പഠിച്ചിട്ടുണ്ട്, അതങ്ങനെ മരണം വരെയും വന്നു കൈകെട്ടുന്നു, റുക്കൂഅ് ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, ഇഅ്തിദാൽ വരുന്നു, ഇടയിലിരിക്കുന്നു, തഹിയ്യാത്ത് ഓതുന്നു, സലാം വീട്ടുന്നു. ഈ ഒരു യാന്ത്രിക നിസ്കാരം നമ്മിൽ നിന്നും മാറണം. എന്നിട്ട് എന്തൊരു കാര്യത്തിനു വേണ്ടിയാണോ ഈ നിസ്കാരവും നോമ്പും ഒക്കെ നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞത് അത് നമ്മിലേക്ക് കടന്നു വരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് പോലും ചെവി വച്ചു നോക്കിയ ആൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് അസ്വലാ അസ്വലാ വമാ മലക്കത്ത് ഐമാനുക്കും എന്ന വാക്കായിരുന്നു. അല്ലാഹുമ്മ റഫീഖൽ അഅല. നിസ്കാരത്തിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ, നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ. മരണത്തിൻ്റെ തൊട്ട് അടുത്ത നേരത്ത്, ദിവസങ്ങൾക്ക് മുമ്പല്ല, അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലട്ടോ. അതിൻ്റെ ഗൗരവം നിങ്ങൾ കാണണം, അത് ശ്രദ്ധിക്കണം. ഒമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങൾ ജോലിക്ക് വിളിക്കുന്ന ആളോട് നിങ്ങൾ ക്രൂരമായി പെരുമാറരുത് എന്നും നിങ്ങളുടെ കീഴിലുള്ളവരോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണമെന്നും അവർക്കെടുക്കാൻ പറ്റുന്നതേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവൂ എന്നുമാണ്.
വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈ ഉടമസ്ഥതപ്പെടുത്തിയവർ, അടിമകളെയാണ് അന്ന് ഉദ്ദേശിച്ചത്. അഥവാ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിർവഹിച്ചു തരുന്ന ജോലിക്കാരും. ഉമർ റളിയല്ലാഹു അൻഹു സുബഹിക്ക് ഇമാമത്തിന് നിൽക്കുമ്പോൾ കുത്തുകൊണ്ടു, രക്തം ഒഴുകുകയാണ്. അദ്ദേഹം ബോധരഹിതനായി വീണു. സഹാബികളിൽ പ്രമുഖൻ കയറി ഇമാമു നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അല്പം ബോധം വന്ന ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്തായി എന്നാ, സുബഹിയുടെ ജമാഅത്ത് എന്തായി എന്നാ, അത് നിങ്ങൾ പൂർത്തിയാക്കിയോ എന്നാ. അപ്പോൾ മരണത്തിൻ്റെ രംഗത്ത് പോലും മുൻഗാമികളായ സ്വഹാബികളും അള്ളാഹുവിൻ്റെ റസൂലും ഒക്കെ ഈ ഒരു വിഷയത്തിൽ അവർ അത്യുത്സാഹരും അതീവ ജാഗ്രത ഉള്ളവരുമായിരുന്നു. കാരണം അള്ളാഹുവിൻ്റെ നിർദ്ദേശം ഏത് അമലും സ്വീകരിക്കണമെങ്കിൽ ഹജ്ജാകട്ടെ, നോമ്പാകട്ടെ, സ്വതക്കയാകട്ടെ, സക്കാത്താകട്ടെ, ദാനധർമ്മമാകട്ടെ, കുടുംബബന്ധം ചേർക്കലാകട്ടെ, ഏതാണെങ്കിലും ഇതിനാണ് ആദ്യത്തെ പരിഗണന. ഇതിൽ അവൻ്റെ നിലപാട് എങ്ങനെയായിരുന്നു, അതാണ് അള്ളാഹു ആദ്യം നോക്കുന്നത്. അതിന് ശേഷമാണ് സക്കാത്തും നോമ്പും ഹജ്ജും ഉംറയും ദാനധർമ്മവും കുടുംബവും എല്ലാം പരിഗണിക്കുന്നത്. അതിനെ അവഹേളിച്ചവനും നിസ്സാരവൽക്കരിച്ചവനും അശ്രദ്ധനും ആയിരുന്നുവെങ്കിൽ മറ്റൊന്നും അള്ളാഹു പരിഗണിക്കുകയേയില്ല. നോമ്പും അള്ളാഹുവിന് വേണ്ട, ഹജ്ജും വേണ്ട, സക്കാത്തും വേണ്ട, ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു മറ്റ് എല്ലാ ഇബാദത്തുകളെയും ഫർലാക്കാൻ ഭൂമി തെരഞ്ഞെടുത്തപ്പോൾ ഇതിനെ ഫർലാക്കാൻ ആകാശം തെരഞ്ഞെടുത്തു, അങ്ങോട്ട് വിളിച്ചു. ബാക്കി എല്ലാത്തിനും ഇങ്ങോട്ട് വന്ന് സന്ദേശം നൽകിയ ജിബ്രീൽ മാലാഖയെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങോട്ട് കൊണ്ടു ചെന്ന് സമ്മാനം നൽകാനായി തെരഞ്ഞെടുത്ത് വാനലോകത്തേക്ക് കൊണ്ടുപോയി അവിടെ വച്ചാണ് ഇത് ഫർലാക്കിയത്. മറ്റേ ഇബാദത്തുകൾക്ക് സ്ഥാനക്കുറവ് എന്നല്ല, പക്ഷേ ഇതിന് എന്തെന്നില്ലാത്ത ഒരു മഹത്വം അള്ളാഹു ഉടമസ്ഥൻ നൽകിയിട്ടുണ്ട്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള സംസാരമാണത്. ഒരു മനുഷ്യൻ തൻ്റെ സൃഷ്ടാവുമായി ഏറ്റവും അടുത്ത സമയം അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായ സുജൂദിൻ്റെ സമയത്താണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിച്ചോ, ദുആക്ക് ഉത്തരം അള്ളാഹു നൽകിയേ പറ്റൂ, നൽകുക തന്നെ ചെയ്യും. കൂടുതൽ സാധ്യതയുള്ളതും അതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഇബാദത്തുകൾ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ഈ വിഷയത്തിലാണ് ഖുർആനിലുള്ളത്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിക്കോ. ഖുർആൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഇബാദത്ത് നിസ്കാരത്തെ സംബന്ധിച്ച. നാളെ സഖർ എന്ന നരകത്തിൽ ഉള്ള ആളുകളോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് മാ സലക്കക്കും ഫീ സഖർ, ഈ സഖർ എന്ന് പറയുന്ന തൊലിയെ ഉരിഞ്ഞെടുക്കുന്ന, ഒന്നിനെയും വിട്ടുകളയാതെ കാർന്നു തിന്നുന്ന ഈ നരകത്തിൽ എങ്ങനെ നിങ്ങൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി ഖാലു ലം നകൂ മിനൽ മുസല്ലീൻ എന്ന, നിസ്കരിച്ചിരുന്നില്ലായിരുന്നു എന്ന. അപ്പോൾ നിസ്കാരം എന്നത് ഒരു ചെറിയ ഇബാദത്തല്ല. ഏറ്റവും മഹത്വമായതുകൊണ്ട് അതിനെ ഏറ്റവും മഹത്തായ സ്ഥലത്ത് വച്ച് തന്നെ നിർവഹിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അതിനാണ് മസ്ജിദ്. മറ്റ് ഏത് ഇബാദത്തുകളും എവിടെ വച്ചും നിർവഹിക്കാം, ഇത് പറ്റില്ല എന്നല്ല. പക്ഷേ അതിന് പ്രത്യേകമായ ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് ഭൂമിയിൽ ഉള്ള സ്ഥലങ്ങളിൽ വച്ച് ആ സ്ഥലത്തിന് ഏറ്റവും മഹത്വവും അള്ളാഹു നൽകി. അവിടെ കയറുമ്പോഴുള്ള പ്രാർത്ഥനകളും കയറുമ്പോഴുള്ള മര്യാദകളും ദീൻ പഠിപ്പിച്ചു. വലതുകാല് വച്ച് കയറണം,
വസ്തഹ്ലി അബ്വാബ റഹ്മത്തിക പറയണം. വേറെയും പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതെല്ലാം പറയണം. തഹിയ്യത്ത് 2 റക്അത്ത് ജുമുഅയുടെ ഖുത്ബ ഖതീബ് പറയുകയാണെങ്കിൽ പോലും 2 റക്അത്ത് തഹിയ്യത്ത് നിർവഹിച്ചേ പറ്റൂ. സുലൈഖുൽ ഗത്ഫാനി റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഒരു വെള്ളിയാഴ്ച ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കയറി വന്നു. അദ്ദേഹം ഇരുന്നു. അള്ളാന്റെ റസൂല് ആ ഖുത്ബയുടെ മിമ്പറിൽ വെച്ച് തന്നെ യാ സുലൈഖ് ഖും ഫർക റകഅത്തൈനി ഖഫീഫത്തൈനി, സുലൈഖ് എഴുന്നേക്ക്, 2 ലഘുവായ 2 റക്അത്ത് നിസ്കരിക്കുക. അത് പള്ളിയുടെ മഹത്വമാണ്. പള്ളിക്ക് മഹത്വം വന്നത് ഈ നിസ്കാരം ഒന്നുകൊണ്ടല്ലാതെ വേറെ എന്തുകൊണ്ടാണ്? നോമ്പ് കൊണ്ടാണോ അല്ലെങ്കിൽ ഹജ്ജ് കൊണ്ടാണോ? അല്ല, ഈ നിസ്കാരത്തിന് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട സ്ഥലം. അഫ്ദലുൽ ബിഖാഇ മസാജിദുഹ, ഭൂമിയിലുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മസ്ജിദുകളാണ്, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതിനുവേണ്ടി കെട്ടി ഉണ്ടാക്കപ്പെട്ട വഖഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ ഐഹിക കാര്യങ്ങൾക്കൊന്നും സംസാരത്തിന് സ്ഥാനം ഇസ്ലാം കൊടുക്കാതിരുന്നത്. 2 ത്വായിഫ് നിവാസികൾ വന്ന് മദീന പള്ളിയിൽ അല്പം ഉയരത്തിൽ സംസാരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആളെ പറഞ്ഞയച്ചു, ആരാണ് അവരെന്ന് ചോദിക്കാൻ. അവർ ത്വായിഫ് നിവാസികളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ, മദീനക്കാരായിരുന്നുവെങ്കിൽ നല്ല ശിക്ഷ ഞാൻ നിങ്ങൾക്ക് നൽകിയേനെ എന്ന് പറഞ്ഞു. ത്വായിഫുകാരായതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും മതപരമായ ഈ വിഷയത്തിലുള്ള വിവരം കുറവായതുകൊണ്ടായിരിക്കാം. മേലാൽ ഇതാവർത്തിക്കരുത്. ഉള്ളി തിന്നുകൊണ്ട് അവൻ പള്ളിയിൽ കയറരുത് എന്ന് മുബാറക്കായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം ഇവിടെ മലക്കുകളുടെ സഹവാസം കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ്. ബീഡിയും സിസറും പുകയിലയും പാൻപരാഗും മറ്റ് വൃത്തിഹീനമായതും ലഹരിയുള്ളതൊന്നും മുസ്ലിം ഉപയോഗിക്കരുതെന്നും ഈ ഉള്ളി തിന്നവൻ പള്ളിയിൽ കയറരുത് എന്നതുമായി തുടർന്നു വരുന്ന റിപ്പോർട്ടുകളിൽ അഥവാ അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം ഈ ഒരൊറ്റ ഇബാദത്തിൻ്റെ മഹത്വം മാത്രമാണ്. അതുകൊണ്ട് നാം വെറുതെ വന്ന് കൈകെട്ടി ഇഫ്തിതാഹ് തുടങ്ങി, ഫാത്തിഹ തുടങ്ങി, ഒരധ്യായം ഓതി റുക്കൂ ചെയ്യലല്ല. മറിച്ച് നാം എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ഓർമ്മയും ബോധവും നെയ്യത്ത് ചെയ്ത് കൈ കെട്ടുന്നത് മുതൽ ഇടത്തും വലത്തും സലാം വീട്ടുന്നത് വരെയെങ്കിലും ആ ഒരു ശ്രദ്ധ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുക തന്നെ വേണം. നെയ്യത്ത് എന്ന് പറഞ്ഞത് ആദ്യം കൈ കെട്ടുമ്പോൾ മാത്രം നിലനിൽക്കേണ്ട ഒന്നല്ല, അത് സമൂലം ആ ഇബാദത്ത് കഴിയുന്നത് വരെയും വേണം. അങ്ങനെ കൈകെട്ടി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഫാത്തിഹ ഓതുന്നവനെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞത്, ഖുസിമത്തിസ്സലാത്തു ബൈനി വബൈന അബ്ദി, എൻ്റെയും എൻ്റെ എളിയ ദാസൻ്റെയും ഇടയിൽ നിസ്കാരത്തെ ഞാൻ 2ആയി പകുത്തിരിക്കുന്നു, ഓഹരി ചെയ്തിരിക്കുന്നു എന്ന്. ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ ഏകനായ രക്ഷിതാവിനാകുന്നു സർവസ്തോത്രങ്ങളും സ്തുതികളും എന്ന് ആത്മാർത്ഥതയോടെ നെഞ്ചത്ത് കൈവച്ച് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടൊരു ദാസനും ദാസിയും പറയുമ്പോൾ സൃഷ്ടാവായ അള്ളാഹു അതിന് മറുപടി പറയുകയാണ്, ഹമദനി അബ്ദി. അതുകൊണ്ടാണ് നാം ഫാത്തിഹയൊക്കെ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീമി മാലികി യൗമിദ്ദീൻ എന്ന് സ്പീഡിന് വിടാതെ റസൂൽ ഓതിയതുപോലെ ഹുനയ്യ ഒരു ആയത്ത് കഴിഞ്ഞാൽ ഒരല്പസമയം നാം വിശ്രമിക്കണം. റബ്ബ് അതിന് മറുപടി നമുക്ക് നൽകുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഉത്തമമായ ഓത്ത്.
മറ്റത് ബാത്തിലാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ കുറ്റം കിട്ടും എന്നുമല്ല. പക്ഷേ അള്ളാഹു സൃഷ്ടാവായ രക്ഷിതാവുമായി നാം മുനാജാത്ത് നടത്തുമ്പോൾ അടിമ പറയുന്നതിന് റബ്ബ് മറുപടി പറയാൻ വേണ്ടി റബ്ബ് കാത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അടിമ പറയുമ്പോൾ അള്ളാഹു പറയും ഹമദനി അബ്ദി, എൻ്റെ ദാസൻ ദേ എന്നെ സ്തുതിച്ചിരിക്കുന്നു മാലാഖമാരെ. നിങ്ങൾ എന്തിനാണ് അവരെ സൃഷ്ടിക്കുന്നതെന്ന് നിങ്ങൾ ഒരു വേള എന്നോട് മുമ്പ് ചോദിച്ചതാ. ദേ മറുപടി ഇതാ. എൻ്റെ ദാസൻ വളരെ ഭവ്യതയോടെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി എനിക്ക് മാത്രം നിർമ്മിക്കപ്പെട്ട എൻ്റെ ഭവനത്തിൽ വന്ന് എൻ്റെ ഏറ്റവും ഉന്നത വിശുദ്ധ മന്ദിരമായ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നല്ല സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി നല്ല വൃത്തിയുള്ള രീതിയിൽ മിസുവാക്കൊക്കെ ചെയ്ത് നല്ല വസ്ത്രവും ധരിച്ച് അവൻ എൻ്റെ മുമ്പിൽ വന്നവൻ പറയുകയാണ്, രക്ഷിതാവേ സർവസ്തുതിയും നിനക്കാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു തിരിച്ചു പറയുന്നു ഹമദനി അബ്ദി. അത് കേട്ടിട്ട് വേണം രണ്ടാമത് നാം എടുത്തു പറയാൻ. അർറഹ്മാനി റഹീം മാലിക് യൗമിദ്ദീൻ. അർറഹ്മാനി റഹീം എന്ന് അടിമ പറയുമ്പോൾ അള്ളാഹു പറയുന്നു അസ്നാ അലയ്യ അബ്ദി, എൻ്റെ ദാസൻ എന്നെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു, എന്നെ വളർമയാക്കിയിരിക്കുന്നു, എൻ്റെ മഹത്വത്തെ അവൻ അംഗീകരിച്ചിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ. തുടർന്ന് അടിമ പറയുകയാണ്, സർവ്വ ലോകവും നശിച്ച് പുനരുത്ഥാനം വന്ന് ചോദ്യപ്പാടുകൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നവൻ പറയുമ്പോൾ മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ അവൻ എന്തെന്നില്ലാത്ത വളർത്തലും പുകഴ്ത്തലും വാഴ്ത്തലും ഒക്കെയാണ് അവൻ നൽകിയിരിക്കുന്നത് എന്ന് അടിമയോട് ഉടമ അവന് മറുപടിയായി കൊണ്ട് പറയുകയാണ്. വെറുതെ ഒന്ന് കൈകെട്ടി പറഞ്ഞു പോകുന്നതല്ല ഇത്. ആകാശത്തേക്ക് വിളിച്ച് വെറുതെ അള്ളാഹു കൊടുത്തതല്ലിത്. 50 ചുരുക്കി 5 ആക്കിയപ്പോൾ ആറ്റിക്കുറുക്കുന്നത് പോലെ, കഷായവും ടോണിക്കുമൊക്കെ ആറ്റിക്കുറുക്കുന്നത് പോലെ അതിൻ്റെ അന്തസത്ത 50ൻ്റെയും ഉൾക്കൊണ്ടതാണ് ഓരോ ദുഹറും അസറും മഗ്രിബും ഇശാവും സുബ്ഹിയും ഒക്കെ. അതിൻ്റേതായ കാമ്പ് ഉൾക്കൊണ്ട് വേണം സഹോദരങ്ങളെ നാം നിസ്കരിക്കാനും പിരിഞ്ഞു പോകാനും. അങ്ങനെ പിരിഞ്ഞു പോയാൽ നമുക്കൊരു തിന്മയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, ഇനി പോയാൽ തന്നെ 1, 2, 3, 4 ഒക്കെ നിസ്കാരങ്ങൾ കഴിയുമ്പോൾ സമ്പൂർണമായി, ഇല്ലെങ്കിൽ 1 മാസത്തെ നിസ്കാരം കൊണ്ടെങ്കിലും സമ്പൂർണമായി നമുക്ക് മാക്സിമം തിന്മകളിൽ നിന്നും ഒഴിയാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ഒരു വാക്ക്, ഇതാണ് അടിമയും ഉടമയും തമ്മിലുള്ള കൃത്യമായ കരാറും വാക്കും, അതിന് റബ്ബിൻ്റെ മറുപടിയും. ആദ്യം പറഞ്ഞ 3ഉം ഈ പറഞ്ഞതും ഇതിന് ശേഷമുള്ളതിൻ്റെയും സ്വീകാര്യതയ്ക്ക് വേണ്ടി വാഴ്ത്തിയും പുകഴ്ത്തിയും പറയാൻ റബ്ബ് പറഞ്ഞതാണ്. തുടർന്നവൻ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആരാധനകൾ എന്തെല്ലാമുണ്ടോ അവകളെല്ലാം നിനക്ക് മാത്രമേ ഞങ്ങൾ സമർപ്പിക്കൂ. അതിൻ്റെ ഒരു കണിക പോലും നീ അല്ലാത്തവർക്ക് ഞങ്ങൾ തിരിച്ചു വിടുകയോ സമർപ്പിക്കുകയോ ചെയ്യുകയില്ല. നേർച്ച വഴിപാടുകളാകട്ടെ, പ്രാർത്ഥനകളാകട്ടെ, ദുആകളാകട്ടെ, ഇസ്തിഗാസകളാകട്ടെ, ഞങ്ങൾക്കെത്ര വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ നിന്നോട് മാത്രമേ സമർപ്പിക്കൂ. ഞങ്ങൾക്കത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. യൂസുഫ് സിദ്ദീഖ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിരഹവുമായി ബന്ധപ്പെട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പിതാവ്, ഇന്നമാഷ്കു ബത്തി വ ഹുസ്നി ഇലല്ലാഹ്, എൻ്റെ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ഞാൻ എൻ്റെ റബ്ബിനോട് സമർപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിക്കുകയാണ് ചെയ്തത്. പുന്നാര മകനും മക്കളും പോയപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം നീണ്ട വർഷങ്ങളോളം
നരകയാതന പോലെ അനുഭവിച്ചു, കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി. റബ്ബി അന്നി മസ്സനിയ ദുർറു അന്ത അർഹമുർ റഹീമീൻ എന്നാണ് ആ മഹാപ്രവാചകന്റെ പ്രാർത്ഥന. ആരിലേക്കും അദ്ദേഹം തിരിച്ചു വിട്ടില്ല. റബ്ബേ, എന്നെ കഷ്ടപ്പാട് തൊട്ടിരിക്കുന്നു, നീ പരമകാരുണ്യവാനാണല്ലോ, ഇതിനൊരു വെഴുതി താ തമ്പുരാനെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം, റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയി അധർമ്മം, അക്രമം, നീ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ആ കനി കഴിച്ചുപോയി. റബ്ബന വലംന അംഫുസന, ഞങ്ങൾ ഞങ്ങളുടെ നഫ്സിനോട്, ശരീരത്തോട് അക്രമം ചെയ്തു, നീ മാപ്പ് നൽകണം തമ്പുരാനെ എന്ന് അദ്ദേഹം റബ്ബിനോട് പറഞ്ഞു. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങളുടെ ആവലാതിയും പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും പറയുകയുള്ളൂ. ഇങ്ങനെ 5 നേരം നിർബന്ധമായും 17 പ്രാവശ്യം റബ്ബിൻ്റെ മുമ്പിൽ നെഞ്ചത്ത് കയ്യും വച്ചു ഭവ്യതയോടുകൂടി ഖിബലക്ക് തിരിഞ്ഞു നിന്ന് വൃത്തിയോടെ, ശുദ്ധിയോടെ, ആത്മാർത്ഥതയോടെ പറയുന്ന ഒരു ദാസനും ദാസിക്കും പിന്നെ എങ്ങനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയാൻ കഴിയും? അവരെത്ര വലിയ ആളാണെന്ന് ആളുകൾ പറയട്ടെ, അല്ലെങ്കിൽ അത്ര ഉന്നതനാകട്ടെ, പ്രവാചകനിൽ നിന്നോ പ്രവാചകന്മാരിൽ നിന്നോ മാതൃകയില്ലെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഈ ഒരൊറ്റ വഴിയല്ലാതെ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല എന്ന് അവനും അവളും ഓരോ ദിവസവും 17 പ്രാവശ്യം നിർബന്ധപൂർവം കൃത്യമായി ഖിബലക്ക് തിരിഞ്ഞു നിന്ന് അവൻ കരാറ് ചെയ്ത് സാക്ഷ്യപ്പെടുത്തി സലാം വീട്ടിയതിന് ശേഷം എങ്ങനെയാണ് സഹോദരങ്ങളെ മറ്റ് ഇതരന്മാരിലേക്ക് തിരിയാൻ നമുക്ക് കഴിയുക? എങ്ങനെയാ മാതാപിതാക്കളെ നമുക്ക് പ്രയാസപ്പെടുത്താൻ കഴിയുക? എങ്ങനെയാ പലിശയുമായി ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുക? എങ്ങനെയാ നമ്മുടെ സമ്പത്തിൻ്റെ ഓഹരി കൊടുക്കാതെ പിടിച്ചു വയ്ക്കാൻ കഴിയുക? എങ്ങനെയാണ് അയൽവാസികളെ പ്രയാസപ്പെടുത്താൻ കഴിയുക? എങ്ങനെയാണ് ഭാര്യ മക്കളോട് മോശമായി ഗൗരവത്തിൽ പെരുമാറി അവരെ പ്രയാസപ്പെടുത്താനും അവരെ ഇടങ്ങേറാക്കാനും കഴിയുക? എങ്ങനെയാണ് നമ്മുടെ സഹജനങ്ങളോട് നീതിപൂർവമല്ലാത്ത നിലയിൽ പെരുമാറാൻ കഴിയുക? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നാം നിസ്കരിക്കുന്നവരല്ല എന്നല്ലാതെ അതിന് വേറൊരു മറുപടിയും ഇല്ല. അവരെ പറ്റിയാണ് റബ്ബ് പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്നതായതല്ല, മനുഷ്യർക്കൊരു ഉപകാരവും അവർ ചെയ്യുകയില്ല. വയംനഊനൽ മാഊൻ, ഒരു പരസഹായം പോലും ചെയ്യാത്തവർ, ആളുകൾ കാണാൻ വേണ്ടി നിർവഹിക്കുന്നവർ. അഖിമിസ്സലാത്ത ലിദിക്രി, നിന്റെ സൃഷ്ടാവ് ഞാനിവിടെ ഉണ്ട് എന്ന ഓർമ്മയ്ക്ക് വേണ്ടി നിർവഹിക്കാൻ പറഞ്ഞത്, അതിനല്ല അവൻ ചെയ്യുന്നത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, എല്ലാ മുസ്ലിങ്ങളെയും റബ്ബ് കാക്കട്ടെ. ഈ ആരാധനയുടെയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മറ്റാരാധനകളുടെയും മഹത്വങ്ങളും അതിൻ്റെ വലിപ്പങ്ങളും അതിൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ മനസ്സിലാക്കി മഹാന്മാരായ പ്രവാചകന്മാർ, അവരെ തുടർന്നു വന്ന സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും, അവരിൽ നിന്നും ദീൻ കണ്ടും കേട്ടും അറിഞ്ഞും പഠിച്ച താബിഉകൾ, ഇവരൊക്കെ ദീനിനെയും ദീനിൻ്റെ അഹ്കാമുകളെയും ഇബാദത്തുകളെയും എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കി കൂടുതൽ ജീവത്തായ നിലയിലുള്ള നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇല്ലെങ്കിൽ നിസ്കാരം നാളെ പറയും, അള്ളാഹു നീ എന്നെ നശിപ്പിച്ചതുപോലെ അള്ളാഹ് നിന്നെ നശിപ്പിക്കട്ടെ. നല്ലവനാണെങ്കിൽ നിസ്കാരം പറയും, നീ എന്നെ സൂക്ഷിച്ചതുപോലെ അള്ളാഹു നിന്നെയും സൂക്ഷിക്കട്ടെ. നമ്മെ അള്ളാഹു ഈ രണ്ടാമത് പറഞ്ഞ സുഹൃതവാരന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم
وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المنافقين يخادعون الله وهو خادعهم وإذا قاموا إلى الصلاة قاموا قصالا يراءون الناس ولا يذكرون الله إلا قليلا. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തെ നിസ്കാരത്തിൻ്റെ ഒരു ഉദാഹരണം നമ്മെ പഠിപ്പിച്ചത് അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദിക്കും യഗ്തസിലു ഫീഹി കുല്ല യൗമിൻ ഖംസ. സഹാബികളെ, നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ വീടിൻ്റെ തൊട്ട് ചേർന്ന് വേറൊരു ഹദീസിൽ കാണാം, നല്ല ആഴമുള്ള ഒരു പുഴ ഒഴുകുന്നു. അഥവാ ആഴം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശുദ്ധജലമാണ്. ചെറിയ കുറച്ച് വെള്ളമല്ല ഉള്ളത്, നല്ല ആഴമുള്ളതാണ്. അപ്പോൾ നല്ല ശുദ്ധജലം നിങ്ങളുടെ വീടിൻ്റെ തൊട്ട് ചാരത്തുകൂടി ഒഴുകിപ്പോകുന്നു. ആ പുഴയിൽ അവൻ യഗ്തസിലു ഫീഹി കുല്ലയവും, എല്ലാ ദിവസവും അവൻ കുളിക്കും. ഖംസ മറ അല്ലെങ്കിൽ ഖംസൻ 5 പ്രാവശ്യം അവൻ ആ പുഴയിൽ കുളിക്കും. ഹൽ യബഖാ മിൻ ദറനിഹി. സ്വഹാബികളെ, ഇയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും വിയർപ്പോ അഴുക്കോ ഉണ്ടാകുമോ? ഖാലു, മഹത്തുക്കൾ പറഞ്ഞു, ഇല്ല നബിയെ, ഒരിക്കലുമില്ല. ഫദാലിക മസലു സലവാത്തിൽ ഖംസ്. ഇതാണ് 5 നേരത്തെ ളുഹർ, അസർ, മഗ്രിബ്, ഇശ, സുബഹി, ജുമാ പോലെയുള്ള നിസ്കാരങ്ങൾക്കുള്ള ഉദാഹരണം. യംഹുല്ലാഹു ബിഹിൽ ഖതായ. നിസ്കാരം മുഖേന അള്ളാഹു അവൻ്റെ ചെറിയ എല്ലാ പാപങ്ങളും മാപ്പാക്കും. വൻപാപങ്ങളല്ല, അതിന് പശ്ചാത്താപവും തൗബയും വേറെ വേണം. വദു കൊണ്ട് മാപ്പാക്കും, നിസ്കാരം കൊണ്ട് ബാക്കിയുള്ള പാപങ്ങളും റബ്ബ് മാപ്പാക്കും. അപ്പോൾ ഈ നിലയിലുള്ള അഥവാ ആഴമേറിയ പുഴയിൽ കുളിക്കുന്ന ആളെപ്പോലെ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും നിസ്കാരങ്ങളും ആയിത്തീരണം. അങ്ങനെ ആയാൽ സഹോദരങ്ങളെ, നാം എപ്പം മരിച്ചോട്ടെ, മരിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ലല്ലോ. എപ്പോൾ മരിച്ചോട്ടെ, ഒരു ബാധ്യതയും നമുക്കില്ല. റബ്ബിൻ്റെ മുമ്പിലേക്ക് നാം ചെല്ലാൻ റെഡിയാണ്. കാരണം ഒരു നിസ്കാരം പോലും നമുക്ക് ബാധ്യതയായില്ല. എന്ന് പറഞ്ഞാൽ അശ്രദ്ധരായി നാം നിസ്കരിച്ചിട്ടേയില്ല. ഇതേപോലെ വൃത്തിയാകുന്നത് പോലെ നല്ല വൃത്തിയായ നിലയിലുള്ള വുളുവും നിസ്കാരവും ഖുശൂവും ഭയഭക്തിയും അതിൻ്റെ ആദാബുകളും അഹ്കാമുകളും ഒക്കെ പാലിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്നവരാകണം. ഇതിനാണ് അള്ളാഹു നമുക്ക് നിസ്കാരത്തെ നിർബന്ധമാക്കിയത്. ഈ നിസ്കാരമെങ്ങാനും അള്ളാഹു നമുക്ക് നിർബന്ധമാക്കാതെ കൊല്ലത്തിൽ ഒരു 10-30 ദിവസം നോമ്പും സമ്പത്തുണ്ടെങ്കിൽ ഉള്ളവർക്കുള്ള സക്കാത്തും, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സമ്പത്തുള്ളവർക്ക് ഉള്ള ഹജ്ജും ഉംറയും മാത്രമാണ് റബ്ബ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നാം ഒക്കെ നശിച്ചു പോയേനെ. കാരണം റമദാൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ മരിച്ചോളണമെന്നില്ലല്ലോ. പാവം പൊറുക്കും റമദാൻ, പക്ഷേ പിറ്റേ ദിവസം മരിച്ചോളണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ റമദാനിൽ മരിക്കുമെന്നില്ലല്ലോ. ഇത് ഏത് സമയത്തും ആയിക്കോട്ടെ, നാം റബ്ബുമായി സംസാരിച്ച് റബ്ബുമായി ബന്ധപ്പെട്ട് നാം ആ നിർവൃതി കഴിയുന്നതിന് മുമ്പ് അടുത്ത പ്രാവശ്യം മോദി വിളിച്ചു കഴിഞ്ഞു, ദേ വരിക, ഇവിടെയാണ് സമാധാനവും രക്ഷയും. വിശ്വാസി അങ്ങോട്ട് വന്നു. അല്ലെങ്കിൽ എവിടെയാണോ അവസരം കിട്ടിയത് അവിടെ തന്നെ അവൻ സുജൂദിലായി വീണു. വഖററാക്കിയം വഅനാബ് എന്ന് നബിമാരെ പറ്റി പറഞ്ഞതുപോലെ റബ്ബിൻ്റെ മുമ്പിൽ വീഴുന്നു. ഈ ഒരവസ്ഥ അള്ളാഹു നമുക്ക് നൽകിയത് അവൻ്റെ ഔദാര്യം കൊണ്ട്. അവൻ 5 നേരത്തെ നിസ്കാരം ദിനേന നിർവഹിക്കാൻ നമ്മളോട് പറഞ്ഞതാണ്. ഈ സംഭാവന 2 കൈയും നീട്ടി സന്തോഷത്തോടെ നാം സ്വീകരിക്കണം. ഇല്ല അലൽ ഖാശിഈൻ എന്ന് അള്ളാഹു പറഞ്ഞതിൽ നാം പെടരുത്. വൈനഹല കബീറ, നിസ്കാരം വലിയ പ്രയാസമാണ്, പ്രശ്നമാണ്. ഇല്ല അലൽ ഖാശിഈൻ, അള്ളാഹുവിനെ പേടിയില്ലാത്തവർക്ക്. നിസ്കരിക്കാത്ത ഒരു മനുഷ്യനോട് നമ്മൾ നിസ്കരിക്കാൻ പറഞ്ഞാൽ അയാൾക്ക് കഴിയൂല. ഭയങ്കര എന്തോ ഒരു ഇടങ്ങേറ് പോലെയാണ്. ചിലപ്പോൾ അയാൾ റമദാനിൽ എല്ലാം നോമ്പ് പിടിക്കും,
പാവപ്പെട്ടവർക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുകയും ചെയ്യും. അയൽവാസികളോടൊക്കെ ചിലപ്പോൾ നല്ല നിലയിൽ പെരുമാറും. കുടുംബത്തിൽ നല്ല മനുഷ്യനായിരിക്കും. പക്ഷെ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അയാൾക്ക് കഴിയൂല. എൻ്റെ സഹോദരങ്ങളെ, ഇത് വല്ലാത്തൊരു മഹാഭാഗ്യമാണിത് അന്ന് അള്ളാഹു നമുക്ക് നൽകിയത്. നാം അത് ഉപയോഗിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, കബൂലാക്കട്ടെ. നല്ല താക്കോലുമായി അഥവാ നല്ല നിസ്കാരവുമായി സ്വർഗത്തിൻ്റെ മുമ്പിൽ ചെന്ന് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള കവാടം മിഫ്താഹുൽ ജന്ന അസ്സല, സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. അതുകൊണ്ട് ചെന്ന് തുറക്കാൻ നമുക്കൊക്കെ അള്ളാഹു നൽകുന്ന ഔദാര്യത്തിൽ നല്ല നിസ്കാരവുമായി കയറി ചെല്ലാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആരുണ്ടെന്ന് നിസ്കരിച്ചവൻ, ആരുണ്ടെന്ന് നോമ്പുകാരൻ, ആരുണ്ടെന്ന് ജനാസയെ പരിപാലിച്ചവൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ സമൂഹത്തിൽ നിന്നും എഴുന്നേറ്റ് എല്ലാം ഞാൻ ചെയ്തു എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല, മഹാനായ അബൂബക്കർ അസ്സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴികെ. അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം പരിശ്രമിക്കുക. നാം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. വരുന്ന റമദാനും തുടർന്നുള്ള ദിവസങ്ങളും അതിനുവേണ്ടി മാറ്റിവെക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ